കറിക്ക് ആവശ്യമുള്ള താറാവ് കഴുകി നല്ലതുപോലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പുരട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രോയിലർ താറാവാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നാടൻ താറാവാണെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും കുക്കായി വരാനായിട്ട്. നാടൻ താറാവിനാണ് കൂടുതൽ ടേസ്റ്റ് കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും. ഇനി വേണ്ടത് പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചത്, കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി. താറാവ് മപ്പാസിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2/2 പാലും 1/4 പാലും. ഞാനിവിടെ 2 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ കലക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് പട്ട, ഗ്രാമ്പ്, ഏലക്ക, വലിയ ജീരകം. ഇവ നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പുപൊടിയും വെളിച്ചെണ്ണയും. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഇറച്ചിയുടെ ഒപ്പം പ്രഷർ കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏലക്ക, പട്ട, കറിവേപ്പ്, വലിയ ജീരകം കൂടെ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. ഇപ്പോൾ കല്ലൊന്നും ചതക്കാനില്ലെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും മതി. ഇത് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ഒന്ന് പൊട്ടിയൊരു നല്ല മണമൊക്കെ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താറാവ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലകളെല്ലാം താറാവിലൊന്ന് നന്നായിട്ട് പിടിക്കുന്നവരൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല വേവ് കൂടിയ താറാവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പിന്നീട് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വേവ് കുറഞ്ഞ താറാവായതുകൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം ഇട്ട് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടി താറാവ് വേവിക്കണം. സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
ഇറച്ചി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു കഷ്ണം ഇറച്ചി എടുത്തിട്ടൊന്ന് കുത്തി നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഇറച്ചിയും ഉരുളക്കിഴങ്ങൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇറച്ചി വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ കുക്കർ മൂടിയിട്ട് പാകത്തിന് വേവിച്ചെടുക്കണം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഈ കറിയിലുള്ള ചാറൊന്ന് കുറുകാനായിട്ട് അനുവദിക്കണം. അവസാനം നമുക്കിതിൽ ഒന്നാം പാൽ ചേർക്കാനുള്ളതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് തൂകിക്കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് കറി തിളക്കാൻ അനുവദിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി ഒരിക്കലും തിളക്കരുത്. ഇനി കറിയിൽ കടുക് പൊട്ടിക്കാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് മൂപ്പിക്കണം. ഉള്ളി നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ കളർ ആയി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഈ കടുക് വറുത്തത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വളരെ രുചികരമായ താറാവ് മാപ്പാസ് റെഡി ആയി കഴിഞ്ഞ്. ഈസ്റ്ററിന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറ്, അപ്പം, ഇടിയപ്പം, പുട്ട് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.